ജില്ലയിലെ ആദ്യ നഗരസഭാതല മോഡൽ CDS കുടുംബശ്രീ 25ാം വാർഷികോദ്ഘാടനം നടന്നു. നഗരസഭാംഗണത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. എല്ലാവരുടെയും അനുവാദത്തോടും സമ്മതത്തോടും കൂടി തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ നഗരസഭാതല മോഡൽ CDSന്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സമ്മതത്തോടും കൂടി തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് കുടുംബശ്രീ 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. 25 വർഷം പിന്നിടുന്ന കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തോടും ആവേശത്തോടും കൂടി പറയാൻ കഴിയുന്ന ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുടുംബശ്രീ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കേവലമായ ചില ലക്ഷ്യങ്ങൾ മാത്രമായിരുന്നു. ആ ലക്ഷ്യങ്ങളും മറികടന്നുകൊണ്ട് വലിയ ഉയരങ്ങളിലെത്താൻ CDSന് അല്ലെങ്കിൽ കുടുംബശ്രീക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ 1998 നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനം ആരംഭിച്ചത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ അന്ന് മന്ത്രിയായിരുന്ന എനിക്ക് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. മലപ്പുറത്ത് വെച്ചാണ് നമ്മുടെ CDSൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം അന്ന് നിർവഹിച്ചത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കുടുംബശ്രീയുടെ ആദ്യ സമ്മേളനം ഉദ്ഘാടനിച്ചത്. ഇന്ന് ഞാൻ ഓർത്തു പോവുകയാണ്, ആ കുടുംബശ്രീയുടെ ഉദ്ഘാടന വേളയിൽ എല്ലാവരും പ്രസംഗിച്ച കാര്യം നമ്മുടെ സമൂഹത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യണം. ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അനുഭവിക്കുന്നവരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതെന്നാണ് തീരുമാനിച്ചത്. സാധാരണ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിയുടെ പ്രയോജനം കിട്ടേണ്ട ആളുകൾ പലപ്പോഴും അതിൽ പങ്കാളികളാകില്ല, മാറി നിൽക്കുകയാണ്. അപ്പോൾ ഏതൊരു വിഭാഗത്തിന് വേണ്ടിയാണോ നമ്മൾ പദ്ധതി നടപ്പിലാക്കുന്നത് ആ വിഭാഗത്തിൻ്റെ പങ്കാളിത്തത്തോടു കൂടിയായിരിക്കണം ആ പദ്ധതി നടപ്പിലാക്കേണ്ടത്. അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. അതാണ് നമ്മുടെ 50 കൊല്ലത്തെ അനുഭവം. അതുകൊണ്ടാണ് സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദാരിദ്ര്യം ലഘൂകരിക്കണമെന്നുള്ള തീരുമാനമെടുക്കാൻ കാരണമാണ്. കാരണം സമൂഹത്തിൽ ഏത് ദുരിതം ഉണ്ടാകുമ്പോഴും അതിൻ്റെ പ്രത്യാഘാതം കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീ സമൂഹമാണ്. പട്ടിണി കിടക്കേണ്ടി വരുമ്പോഴും കൂടുതൽ സഹിക്കുന്നത് സ്ത്രീകളാണ്. ഇപ്പം നമ്മളെ 2 പ്രമുഖരായിട്ടുള്ള വനിതാ നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞു. പുരുഷന്മാരെക്കാൾ മുന്നിലാണെന്നൊക്കെ പറഞ്ഞു, ശരിയാണ്. പക്ഷേ കുടുംബത്തെ പട്ടിണി കിടക്കേണ്ടി വരുമ്പോൾ ആരാണ് കൂടുതൽ പട്ടിണി കിടക്കുക? അമ്മമാരാണല്ലേ. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ശരി, അമ്മമാർ മക്കൾക്കും കുടുംബത്തിലെ മറ്റുള്ള ആളുകൾക്കെല്ലാം വിളമ്പി കൊടുക്കും. അവസാനം കലത്തിലൊന്നും ഉണ്ടാകില്ല. അപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരുന്നത് അമ്മമാരാണല്ലേ. ആണോ? അല്ലെന്ന് പറഞ്ഞോ ധൈര്യത്തിൽ. പക്ഷെ സംഭവിക്കുന്നത് വേറെയാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ്, അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ ദുരന്തവും അനുഭവിക്കേണ്ട നമ്മൾ അമ്മമാരും സഹോദരിമാരാണ്. അപ്പോൾ അവരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പട്ടിണി മാറ്റാൻ വേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കുക. അതാണ് നമ്മൾ ഈ കുടുംബശ്രീ പദ്ധതിയിൽ ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശ ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ 206 സംരംഭകർക്കുള്ള ബൾക്ക് ലോണിന്റെ വിതരണം ആറ്റിങ്ങൽ MLA OS അംബിക നിർവഹിച്ചു. ഒപ്പം 41 ആശ്രയ ഗുണഭോക്താക്കൾക്കായുള്ള ആനുകൂല്യ വിതരണം അഡ്വക്കേറ്റ് എസ് കുമാരിയും നടത്തി. ചടങ്ങിൽ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ്, ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ നജീബ് വൈഖരി, നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള, സുമ O, A നജാം, രമ്യ സുധീർ, ഷീജ, അവനവഞ്ചേരി രാജു, ഗിരിജ C, മറ്റു കൌൺസിലർമാർ, മുനിസിപ്പാലിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP ന്യൂസ് ആറ്റിങ്ങൽ.